ഇന്നലെ ആളുണ്ടായിരുന്നു അല്ലേ? ബാറിന്റെ മുന്നിൽ കൊടുക്കേണ്ട ലഗിലേക്ക് പ്രിന്റ് അടിച്ച് വാങ്ങണം. ആയിക്കോട്ടെ. മോളെ ഒന്ന് നിന്നെ. കുറെ കാലായിട്ട് വിചാരിക്കണേ ഇതന്നെ നിർത്തണോ. നിങ്ങൾ ഇതിന് മരുന്നൊന്നും കൊടുക്കണില്ലല്ലോ. ഉണ്ടോ? ഇയാളെ പിടിച്ച് മാറ്റിക്കേ. വീടില്ലേ? ഈ മാഗിയാണ് എന്റെ അമ്മ. ഭാരതമാണ് അമ്മ. വെറുതെ പാടിയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളിൽ ഒരാളുടെ കുടി നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇത് ബെറ്റാ. നടക്കൂ. പറ്റൂ. കൈവെക്ക്. ഒരു സ്ഥലം വരെ പോണം. എവിടെ? അതെല്ലാം ഉണ്ട്. ഇയാളെ പിടിച്ച് കയറ്റിയ കൃഷ്ണ ഒന്നുകൂടെ മുരിഞ്ഞോട്ടെ കേട്ടോ. അപ്പത്താരങ്ങളെല്ലാം കൂമ്പാരമായി. ലളിതാമ്മോ, എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ സഹായിക്കണോ? വേണ്ടതാമോ, മണിക്കൂറുകളോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ലളിതാമ്മ ഒന്ന് നോക്കി, ലളിതാമ്മ ഒന്ന് പരീക്ഷിച്ച് നോക്കി, അപ്പൊ അറിയാം അതിന്റെ സുഖം താന്നു. പിന്നെ നിങ്ങളോടൊരു സ്വകാര്യം പറയട്ടെ. സിനിമാ നടൻ മമ്മൂട്ടിയുടെ സൗന്ദര്യം ഈ എന്റെ സൗന്ദര്യം ഇതിന്റെ ഒക്കെ കാരണം എന്താണെന്നറിയോ? യോഗയാണ്. മമ്മൂട്ടിയോ ഒക്കെ ദാമുവിന്റെ കാര്യം അവിടെ വെച്ചേക്ക്. ദാമു ഒന്ന് വേഗം നോക്ക് പിള്ളേരെ, ഇതൊക്കെ ഇന്നെ എത്തിക്കാനുള്ളതാ. ലളിതാമ്മയുടെ രുചിയുള്ള സാധനം കിട്ടണമെങ്കിൽ കടക്കാരൽപ്പം കാത്തിരിക്കൊക്കെ വേണം. ആ രുചി ലേശം പറഞ്ഞാലേ അത് മതി നമ്മുടെ കച്ചവടം മുടങ്ങാൻ. നിങ്ങള് വെറുതെ കണവണ പറയാണ്ട് വേഗം വണ്ടിയിൽ കേറ്റാൻ നോക്കി. ദാമുവായിട്ട് ഒന്ന് സഹായിക്ക്. അത് 1 മാസം മുമ്പത്തെ പത്ര. അതാണ് ഞാനും വിചാരിക്കണത്. പെട്രോളിനും ഡീസലിനൊക്കെ 10 ഉറുപ്പിയുടെ വ്യത്യാസം. എടാ എന്നാല് നാളത്തെ പരിപാടി പറഞ്ഞോ. എന്നാ നീ വിട്ടോ. എന്തായി? ഇവിടുന്ന് ബാറിലേക്ക് കുറച്ച് ദൂരം കാണുമോ? കാണും, കൊണ്ടാക്കി തരാം. വാ, ഇതാണ് നമ്മളെ വീട്. മാഹി പാർക്കിൽ ബോഡിച്ചട്ടിയിലും കിടന്ന് കൊതുകടിയുള്ള ശരീരമാണ്. ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരുവാ. ഹിത പറഞ്ഞോണ്ടാണ്, അല്ലെങ്കിൽ തന്നെ ഞാൻ ഓടിച്ചേനെ. ആ പെട്ടി മേക്കുന്നുമിലിറക്കിയേക്ക്. ബാക്കിയുള്ള 4 അച്ചപ്പോ കൊലപ്പോ ടെൻഷനെ ഇനി വേറെ ഒന്നും അന്വേഷിക്കണ്ട. കറക്റ്റ് സ്ഥലത്താണ് ഞാൻ വന്ന് എത്തിച്ചേർന്നത്. ഇതേതായി അവതാരം? അവതാര പറവിയുടെ മുഴുവൻ ദ്രൗതഭാവവും ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പോഴത്തെ പേരെന്താണെന്നറിയാവോ? രമണൻ. ലളിതാമ്മ ന്യൂ മെമ്പറാ. നല്ല വെള്ള നന്നാക്കി എടുക്കാം. ദാമു, നിന്റെ യോഗ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ ലളിതാമ്മ അമ്മക്ക് മരുന്ന് കൊടുത്തിനാ? എന്നാ പറയാനാ, നീ വന്നേ കഴിക്കൂന്നുള്ള ഒരൊറ്റ വാശിയില്ല. ഞാൻ നിർബന്ധിക്കാൻ പോയില്ല, എനിക്ക് വയ്യ തല്ലുള്ള. എന്നാ ചെയ്യണ്ട് ഓരോന്ന് നോക്കി. എന്താ അമ്മ ഇത്? അമ്മ ഈ മരുന്ന് കഴിച്ചട്ടെ. അച്ഛൻ വരാൻ വൈകുന്നു അറിഞ്ഞൂടെ? ആ വരുമ്പത്തേക്കും കഴിച്ചില്ലെങ്കിൽ എന്റെ പാവ അച്ഛന് വിഷമാവൂലേ? ദൈവം എനിക്ക് തുടങ്ങി അച്ഛനോട് പരാതി പറയാൻ. നിന്റെ ചുറുചുറുക്കും കളിയൊന്നും ഇവിടെ വന്നപ്പോ കാണുന്നില്ലല്ലോ. അമ്മ അങ്ങനെ, മോളിങ്ങനെ. ഇവളെങ്ങനെ കയറൂരി വിട്ടതിന്റെയാ. ഏതെങ്കിലും ഒരുത്തം വന്ന് കെട്ടിക്കൊണ്ടു പോകുമ്പോ എല്ലാം ശരിയായിക്കോളും. അതിനെന്റെ ലസമോൾ ഒരുപാട് മെനക്കെടണ്ട. അതെങ്ങനെയാ? പെണ്ണിന് മരം കയറി നടക്കാനല്ലേ നേരം.
ഏതെങ്കിലും ഒരു നിർഭാഗ്യവാൻ എവിടെയെങ്കിലും ഉണ്ടാവും. എന്തായാലും ആ നിർഭാഗ്യവാന് എന്നെ കിട്ടാൻ ലേശം പ്രയാസപ്പെടേണ്ടി വരും. എന്റെ മോളെ, ദിസ് ഇസ് ഹിദാദാസ്, മനസ്സിലായിനാ? ഐ എം യുണീക്ക്, ഐ എം ഡിഫറെന്റ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഓനേതോ വലിയ